എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന പ്രൊഫസർ ഓമനക്കുട്ടൻ അദ്ദേഹം പറയുമായിരുന്നു. ഓമനക്കുട്ടൻ സാറ് സലീമിൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല ഈ സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ തന്നെ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ആളാണ് ഓമനക്കുട്ടൻ സാറ്. ഓമനക്കുട്ടൻ സാറിൻ്റെ സുഹൃത്ത് പോലെയായിരുന്നു സലീം കുമാറിന്. അപ്പോൾ സലീമിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. MG സർവകലാശാല യുവജനോത്സവത്തിൽ 3 തവണ മിമിക്രിക്ക് 1ാം സ്ഥാനം നേടിയ ആൾ കൂടിയായിരുന്നു സലീം കുമാർ. അങ്ങനെ കലയുടെ വിവിധ വേദികളിൽ നിറഞ്ഞാടിയ ഒരു ജീവിതമായിരുന്നു. വളരെ കുറച്ച് കാലമേ ഈ മണ്ണിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും സലീം കുമാർ അങ്ങനെയായിരുന്നു. 57 വയസ്സ് തികണമെങ്കിൽ ഇനി 3-4 മാസങ്ങൾ കൂടി ഉണ്ടാകണം. ഒരു ഒക്ടോബർ 10 1969 സലീം കുമാറിൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ 2026 ഒക്ടോബർ 9-10 ആയാലേ അദ്ദേഹത്തിന് 57 വയസ്സ് തികയും. ഒരു മനുഷ്യൻ്റെ 56 വർഷം എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറുപ്പമാണ്. UN കണക്കനുസരിച്ച് വളരെ ചെറുപ്പമാണ്. ഈ ചെറുപ്പകാലത്ത് അദ്ദേഹം കടന്നു പോകുമ്പോഴും ഒരു കാര്യം നമ്മൾ പറയാതെ വയ്യ. ഒരു പുരുഷായുസിൽ ചെയ്യാൻ കഴിയുന്ന പ്രതിഭാധനൻ്റെ വേഷങ്ങൾ മുഴുവൻ കുട്ടിയാടാൻ സലീം കുമാറിന് കഴിഞ്ഞു. ഒരു സാധാരണ സിനിമാ നടനിൽ നിന്ന് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളിൻ്റെ സാന്നിധ്യമായി സലീം കുമാർ മാറിയെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ അത്ഭുതങ്ങൾ രചിക്കാൻ ഭാഗ്യം കിട്ടിയ മലയാള സിനിമാ നടൻ തന്നെയാണ്. അച്ഛനുറങ്ങാത്ത വീട് പോലെയുള്ള നല്ല കുറച്ചധികം സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടി. 300ഓളം സിനിമകൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആദ്യ വേഷങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ഹരം പകരുന്നു. കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് കടന്നു പോകുന്നു. ജനതയ്ക്ക് പോലും ഏറ്റവും പ്രിയങ്കരനായി നടനായി അദ്ദേഹം മാറുകയാണ്. നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നുള്ളതാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം ആയിരങ്ങൾ ഒഴുകും പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക്. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു പ്രതിഭാധനൻ ഉള്ളിൽ ഒരുപാട് നൊമ്പരങ്ങൾ അമർത്തി വയ്ക്കുമ്പോഴും പുറത്ത് ചിരിക്കാൻ ശ്രമിച്ച മഹാ നടൻ കൂടിയായിരുന്നു സലീം കുമാർ. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് നമുക്കിപ്പം പ്രജിൻ സി കാണാൻ കൂടി ചേരുകയാണ്. പ്രജിൻ, ജീവിതം ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ എവിടെ നിന്ന് യാത്ര തുടങ്ങിയാലും ഒരിക്കൽ ഈ യാത്ര അവസാനിക്കും. അങ്ങനെ ഒരു കാര്യമാണ് സലീം കുമാർ നമ്മോട് പറയാതെ പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം പറവൂർ എന്ന ഈ ഒരു ഗ്രാമം, അത് സലീം കുമാറിൻ്റെ നാട്. ഈ നാട്ടുകാർ ആ രീതിയിൽ സലീം കുമാറിനെ സ്വന്തം നാട്ടുകാരൻ, മാത്രമല്ല ഇത്രമേൽ ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ഒക്കെ കിട്ടിയ ഒരു അഭിനേതാവാണ്. എങ്കിലും ഇവർക്ക്, ഈ നാട്ടുകാർക്ക് സലീം കുമാർ എന്നത് സ്വന്തം സലീം എന്ന നാട്ടുകാരനാണ്. അപ്പോൾ ഈ വിയോഗം അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ഒരു വിയോഗമായിട്ടാണ് എല്ലാ നാട്ടുകാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സലീം കുമാറിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. മുൻപൊക്കെ സംഭവിച്ചതുപോലെ ആരോഗ്യനില വഷളായ ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ കരുത്തോടെ സലീം കുമാർ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. അതുപോലെ ഇത്തവണയും സംഭവിക്കും എന്ന് കരുതിയിടത്താണ് ഈ അന്ത്യം സംഭവിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. സലീം കുമാറിൻ്റെ മൃതദേഹം ഇപ്പോൾ ടൗൺ ഹാളിനകത്താണ്. പൊതുദർശനം ആരംഭിക്കുന്നു. ആദ്യം കുടുംബാംഗങ്ങൾ, അവസാനമായി ഇവിടെ ടൗൺ ഹാളിലെത്തിയപ്പോൾ ഒരുപാട് തവണ ഒരുപാട് പരിപാടികൾക്കായി, സ്വന്തം പരിപാടികൾക്കും മറ്റു പരിപാടികൾക്കും സാംസ്കാരിക പരിപാടികൾക്കുമായി എത്തിയ ഈ ടൗൺ ഹാളിൽ അവസാന യാത്രയ്ക്കായി എത്തിയിരിക്കുകയാണ് സലീം കുമാർ. ഇപ്പോൾ കുടുംബാംഗങ്ങൾ, ഭാര്യ സുനിത, ഒപ്പം മകൻ ചന്തു അടക്കമുള്ളവർ ഇപ്പോൾ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഒപ്പം ഇവിടെ സിനിമാ മേഖലയിലെ ഒരുപാട് സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉണ്ട്, ഹൈബീഡൻ MP ഉണ്ട്, നടനും MLA-യുമായ രമേശ് പിഷാരടി അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ക്രമീകരണങ്ങൾക്കെല്ലാം അവർ നേതൃത്വം നൽകുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ സുഹൃത്ത് വലയം സലീം കുമാർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യന്തം വൈകാരികമായ നിമിഷങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ. കാരണം ബന്ധുക്കൾ, പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾ, അവരെ ആശ്വസിപ്പിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. സലീം കുമാറിൻ്റെ സുഹൃത്തുക്കൾ നമുക്കിവിടെ കാണാം. കണ്ണീരിൽ മുങ്ങിയ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെയുണ്ട്. അവരെയൊക്കെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ് സുഹൃത്തുക്കൾ നടത്തുന്നത്. പക്ഷെ അതൊക്കെ വിഫലമാകും എന്ന് നമുക്കറിയാം. കാരണം ഇത് അത്രമാത്രം വൈകാരികമായൊരു സമയമാണ്. എത്രയോ തവണ സലീം കുമാർ പങ്കെടുത്ത ഒരുപാട് പരിപാടികൾ നടന്ന ഒരിടമാണ് ഈ പറവൂരിലെ ഈ മുനിസിപ്പൽ ടൗൺ ഹാൾ. അവിടെയാണ് ഇനി ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിലുള്ള യാത്രയ്ക്കായി സലീം കുമാർ പോകുന്നത്. അവസാന യാത്രയ്ക്കായി ഇവിടെ യാത്രാമൊഴിയേകാൻ ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഇവിടെ പൊതുദർശനം. പരവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി സുനിത അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മക്കളായ ചന്തുവും ആരോമനും അവിടെ എത്തിയിട്ടുണ്ട്. പരവൂർ മുനിസിപ്പൽ ടൗൺ ഹാൾ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന തപ്ത നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന പരവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് അല്പനിമിഷങ്ങൾക്കകം ആയിരങ്ങൾ ഒഴുകി വരും. പരവൂർ എന്ന സ്വന്തം ഗ്രാമം നെഞ്ചേറ്റി വളർത്തി ഈ മഹാനടൻ യാത്രയാകുന്ന ആ
നൈരാശ്യം പകരുന്ന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ആളുകളെത്തും. തീർച്ചയായിട്ടും അവിടെ ഒരു പച്ചയായ മനുഷ്യൻ്റെ സാന്നിധ്യമായിരുന്നു നാട്ടുകാർക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഒരു അടിമുടി കർഷകൻ്റെ വേഷം ചിലപ്പോൾ എടുത്തണിയും, ചിലപ്പോഴൊക്കെ ഒരു ഭരതക്കാരൻ്റെ കുപ്പായമണിയും, ചിലപ്പോൾ അടിമുടി ഗൗരവക്കാരനായി ഭാവ പകർച്ചയുണ്ടാകും. ഇങ്ങനെ വിവിധ നിലകളിൽ ഒരു മൾട്ടി സ്റ്റാറായിരുന്നു സലീം കുമാർ. ദേശീയ നടൻ്റെ കുപ്പായത്തിലേക്ക് കയറിയപ്പോഴും ഈ പറവൂർകാരൻ വേറിട്ട് നിന്നു. തനിക്കൊപ്പം നാട്ടുകാരുണ്ട് എന്നുള്ള വിശ്വാസം ദേശീയ തലത്തിൽ അറിയപ്പെടുമ്പോഴും അതൊന്നും ആ മനസ്സിനെ കീഴടക്കിയില്ല. പബ്ലിസിറ്റി സലീം കുമാറിനെ തളർത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും എറണാകുളം മഹാരാജാസ് കോളേജിൽ കണ്ടുമറന്ന ഒരു സാധാരണ പഴയകാല വിദ്യാർത്ഥിയെ പോലെ പരവൂരിൻ്റെ മണ്ണിൽ അദ്ദേഹം ഓടി നടന്ന കാലം അവിടുത്തെ നാട്ടുകാർക്ക് മറക്കാൻ കഴിയില്ല. വിസ്മയം നിറഞ്ഞ ജീവിതമായിരുന്നു സലീം കുമാറിൻ്റേത്. എപ്പോഴും നൊമ്പരമാർന്ന നിമിഷങ്ങൾ ഉണ്ടാകുമ്പോഴും ചിരിക്കാൻ ശ്രമിച്ച ഒരു മഹാപ്രതിഭയും പ്രതിഭാധനുമായിരുന്നു സലീം കുമാർ എന്ന നടൻ എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. എല്ലാ മതത്തിനും ജാതിക്കുമപ്പുറം തൻ്റെ മകൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച അമ്മ കൗസല്യയും അച്ഛൻ ഗംഗാധരനും അദ്ദേഹത്തിന് വഴികാട്ടിയായി. മതേതര ചിന്തകൾക്ക് അവധിയിടുന്ന ശരാശരി മലയാളിയുടെ ജീവിതത്തിനപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ സലീം കുമാറിനായി എന്നുള്ളതാണ്. മതങ്ങൾക്കപ്പുറമാണ് മനുഷ്യ മനസ്സ് എന്നറിഞ്ഞ ഈ മനുഷ്യസ്നേഹിയുടെ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കാണാൻ ഒരുപാട് ആളുകൾ ഇപ്പോൾ സമയത്തിനൊക്കെ എത്തിച്ചേരും. വിഷ്ണു സുരേഷ് കൂടി പരമൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ആരാധക ലക്ഷങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞ ഒരു മഹാനടൻ്റെ വിലാപയാത്രയ്ക്ക് അണിചേരാൻ ആയിരങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ടൗൺ ഹാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിപ്പോൾ? ദുഃഖം തളർന്നിട്ട് നിൽക്കുന്ന പറവൂർ ടൗൺ ഹാളാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രൈം ടൈമിൽ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. അദ്ദേഹത്തിന്റെ ചേതനേറ്റ ശരീരമാണ് ഇങ്ങോട്ടേക്ക് ഏറ്റവും അവസാനമായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ തൊട്ട് സമീപം കാണാം. മകൻ ആരോമൽ, ഭാര്യ, അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികൾ എല്ലാവരും തൊട്ടടുത്തുണ്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളുമുണ്ട്. രമേഷ് പിഷാരടി അടക്കമുള്ള ആളുകളുണ്ട്. വലിയൊരു ജനസംഖ്യനെ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടും. കാരണം പറവൂരിൽ നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ അവസാന നോക്ക് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തും. ഇന്നലെ അതിന്റെ ഒരു പരിച്ഛേദം നമ്മൾ ആ അമൃത ആശുപത്രിയിൽ കണ്ടതാണ്. പറവൂരിൽ നിന്നുള്ള ആളുകൾ പോലും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നിവിടെ പൊതുദർശനമുണ്ട് എന്ന് അവരോട് പറഞ്ഞെങ്കിലും അവർ ഒരു നോക്ക് നേരത്തെ കാണണം, കാരണം ഞങ്ങൾക്ക് അത്രയും വൈകാരികമായ അടുപ്പം അദ്ദേഹവുമായി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേർ അവിടെ എത്തിയത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു തുടർക്കഥ തന്നെയായിരിക്കും ഉറപ്പായും ഈ പറവൂർ ടൗൺ ഹാളിലേക്കും ആളുകൾ ഒഴുകിയെത്താൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 150-ലധികം വരുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഓരോരുത്തരായി വന്നു കണ്ട് അവസാന അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ്. കേവലം ഒരു സിനിമാ നടൻ എന്നതിനപ്പുറത്തേക്ക് ഒരു സുഹൃത്ത്, ഒരു ജ്യേഷ്ഠൻ, ഒരു സഹോദരൻ, അതോടൊപ്പം തന്നെ ഒരു അയൽവക്കക്കാരൻ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ട്. ഒരുപാട് കഥകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പറയാനുണ്ട്. വൈകാരികമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഓരോരുത്തർക്കായി പറയാനുണ്ട്. അദ്ദേഹം അത്രമേൽ വൈകാരികമായ ഒരു മനുഷ്യനോട് ഇടപഴകുമായിരുന്നു, അടുപ്പം വെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അദ്ദേഹം പ്രിയപ്പെട്ട സലീമേട്ടനായി മാറിയത്. അദ്ദേഹത്തിന്റെ പൊതുവെ എല്ലാവരും സലീമേട്ടൻ, അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സ് എല്ലാം സലീമേട്ടൻ അല്ലെങ്കിൽ സമകാലികരൊക്കെ സലീമേട്ടൻ എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അവരുടെ വിഷയങ്ങളിലൊക്കെ സ്വന്തം വിഷയമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സിനിമകളിലേക്കും നിലപാടുകളിലേക്കും എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു കാലത്ത് സിനിമാക്കാരും അതോടൊപ്പം സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തങ്ങളുടെ രാഷ്ട്രീയം പുറത്തു പറയാൻ പലപ്പോഴും മടി കാണിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വക്താവാണ്, ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ കൊടി പിടിച്ച ആളാണ്, അത് തുറന്നു പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല, എത്ര ആക്രമിക്കപ്പെട്ടാലും ഞാൻ ആ നിലപാട് ഉയർത്തിപ്പിടിക്കുമെന്ന് ഏറ്റവും അവസാനം അദ്ദേഹത്തിന് നേരെ സൈബർ ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ പോലും അദ്ദേഹം ആ നിലപാടിൽ നിന്ന് ഒരു അടി പോലും പിന്നോട്ട് പോകാതെ കൂടുതൽ ഊർജ്ജസ്വലരായി അദ്ദേഹം ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലും അതോടൊപ്പം തന്നെ ജീവിതത്തിലും മാത്രമല്ല സിനിമകളിലും ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് കറുത്ത ജൂതൻ എന്ന് പറഞ്ഞ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയം, ഒരുപക്ഷെ പറയാൻ മലയാള സിനിമാ മേഖല പറയാൻ മടിച്ചിരുന്ന ഒരു പ്രമേയം അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം സംവിധാനം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനം വിഷ്ണു സുരേഷാണ് പരവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നും തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.